പ്രശാന്ത്, ഇവിടെ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ ഐഡിയോളജി ഇല്ലായ്മയെ പറ്റി പറയുമ്പോൾ ഐഡിയോളജി ഉള്ള ഇടതുപക്ഷ പാർട്ടികളുടെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ ഇവിടെ 2020 നോക്കിയാൽ ആപ്പിന് 10% വോട്ട് ശതമാനം നഷ്ടമുണ്ടായി. ഡൽഹി MCD അവർ തന്നെയാണ് ഭരിക്കുന്നത്. അവർക്ക് ഗുജറാത്തിൽ, അവർക്ക് പഞ്ചാബിൽ 90-ലധികം MLA ഉള്ള ശക്തമായൊരു ഗവൺമെൻറ് അവിടെയുണ്ട്. അവർ ഗുജറാത്തിലും ഗോവയിലും സാന്നിധ്യമുണ്ട്. ജമ്മു കാശ്മീർ ഡോഡയിൽ അവർക്കൊരു സീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിയാണ്, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്, അസ്തിത്വ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാൽ പോലും ആപ്പിനെ ഈ പരാജയത്തോടെ റൈറ്റ് ഓഫ് ചെയ്യാനായോ ശ്രീ പ്രശാന്ത്? ഇല്ല, റൈറ്റ് ഓഫ് ചെയ്യാനായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ഹാഷ്മി. ഇപ്പോൾ ആപ്പിനെ ദുർബലമാക്കാൻ BJP അവരുടെ എല്ലാ പരിശ്രമവും BJP നടത്തുമെന്ന കാര്യം തീർച്ചയാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ വക്താവ് ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP ആണോ ആം ആദ്മി പാർട്ടിയാണോ എന്ന സംശയം പോലും എനിക്കുണ്ടായി. BJP എന്നൊരു വർഗീയ പാർട്ടി ഏതാണ്ട് 3 ദശകത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കോൺഗ്രസ് വക്താവിനെയാണ് കാണുന്നത്. അതിലൊരു മതനിരപേക്ഷത ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ദുഃഖവും നിരാശയുമുണ്ട്. ഇവിടെ നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കൃത്യമായി വഴിവെച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നേടിയ വോട്ടുകളാണ്. സീറ്റ് നില 22-48 എന്നാണെങ്കിലും ഇവിടെ വോട്ട് ശതമാനം ആം ആദ്മി പാർട്ടിയും BJP തമ്മിൽ കേവലം 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അവിടെ കോൺഗ്രസ് പിടിച്ച 7% വോട്ടാണ് ഡൽഹിയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായതും BJPക്ക് സഹായകമായതും. നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണാത്തതുപോലെ വർദ്ധിച്ച ആവേശത്തോടെയുള്ളൊരു പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തി. രാഹുലും പ്രിയങ്കയും അടക്കം ആ ക്യാമ്പയിന് അവർ നേതൃത്വം നൽകി. അതിൽ മുഖ്യമായി അവർ ആക്രമിച്ചത് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയുമാണ്. കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനാക്കിയും ആം ആദ്മി പാർട്ടിയെ ഒരു അഴിമതി പാർട്ടിയുമാക്കിയും ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചത്. അതല്ലാതെ BJPയെ നേരിട്ട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ BJPയുടെ വർഗീയതയെ തുറന്നു കാട്ടുന്ന വിധത്തിലുള്ള യാതൊരു പ്രചാരണവും ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ കൂട്ടായ്മയിലെ പല ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണ്. ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സാധ്യത ആം ആദ്മി പാർട്ടിക്കാണുള്ളത്. ഒരു മതനിരപേക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അവർക്ക് സഹായം കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ പ്രചാരണം സജീവമാക്കുകയല്ല വേണ്ടതെന്ന് ഇന്ത്യ കൂട്ടായ്മയിലെ പല ഘടകകക്ഷി നേതാക്കളും ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് ചെവിക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആം ആദ്മിയെ ആക്രമിക്കുന്നതിൽ അവർ മുന്നിട്ട് നിന്നു. അങ്ങനെ ഈ 2 തരത്തിലുള്ള ആക്രമണത്തിനും ആം ആദ്മി വിധേയമായപ്പോൾ ഇതൊരു അഴിമതി പാർട്ടിയാണെന്ന പ്രതീതി, പ്രത്യേകിച്ച് ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു ഘടകകക്ഷി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഇവരൊരു അഴിമതി പാർട്ടിയാണെന്ന് പറയുമ്പോൾ നോക്കൂ, ED കേന്ദ്ര ഏജൻസിയായ ED മറ്റുമാണ് ഈ മദ്യനയ കേസും മറ്റും രൂപീകരിക്കുന്നതും അതിൽ ഈ ആം ആദ്മി നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചതും. ഇതേ ED കേസിൽ പ്രതികളല്ലേ കോൺഗ്രസിൻ്റെ രാഹുലും സോണിയയും അതേപോലെ റോബർട്ട് വാദ്രയും ഒക്കെ തന്നെ. ഇതേ ED കേസിൽ പ്രതിയല്ലേ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. അവിടെ പോയിട്ട് ഹേമന്ത് സോറനുമായിട്ട് സഖ്യത്തിൽ ജൂനിയർ പങ്കാളിയായി മത്സരിക്കാൻ കോൺഗ്രസ് യാതൊരു മടിയും ഉണ്ടായില്ല. അവിടെ അപ്പോൾ ED വേട്ടയാടപ്പെടുന്ന ഒരു ഏജൻസിയാണെങ്കിൽ ഡൽഹിയിൽ ED കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഒരു ഏജൻസിയായി മാറുന്നു. ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് നടത്തിയത്. അത് ഒറ്റ കാരണത്തിൽ മാത്രമാണ്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പതനം ഈ ഇലക്ഷനിൽ അവർക്ക് വേണ്ടിയിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ആ സ്പേസിൽ വീണ്ടും തിരിച്ചു വരാം എന്ന ഒരു മോഹമാണ് കോൺഗ്രസ് വെച്ചു പുലർത്തിയത്. ഇന്ത്യ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ, രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ആ കൂട്ടായ്മയെ, ആ മതനിരപേക്ഷ ചെറുത്തുനിൽപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഉള്ളപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പകരം ഡൽഹി എന്ന കൊച്ചു സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചു വരിക എന്ന അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയതിൻ്റെ ദാരുണമായൊരു ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കൃത്യമായി ഒരു 15 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായതും BJPയുടെ വിജയത്തിന് കാരണമായതും. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ എനിക്ക് പറയാം, ഇത്തവണ ഡൽഹിയിൽ BJPയെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അവരുടെ സ്വാർത്ഥ നിലപാടാണ്. അവിടെ BJPയേക്കാൾ വലിയ ശത്രുവായി അവർ ഇന്ത്യ കൂട്ടായ്മയിലെ ഒരു ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയെ കണ്ടു. ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നതിന് മറുപടി. അതിനു മുമ്പ് നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷി പ്രതിനിധികളായ ജിൻഡോയും നവീൻ നാദാമണിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അങ്ങയുടെ ഉള്ളിൽ ഒരു ആത്മനിർവൃതി ഉണ്ടായോ ശ്രീ വി രാജേഷ്? അല്ല, എൻ്റെ ഉള്ളിൽ ആത്മനിർവൃതിയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ ഒരിക്കലും ഒരുമിച്ച് ചേരാത്തവർ തമ്മിൽ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ ഒരു മുന്നണി ഉണ്ടാക്കി അവർ മുന്നോട്ട് പോയി. അവരുടെ ആഗ്രഹം നടക്കില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിലടിയായി. ഇവരാണ് ഒരു രാജ്യം ഭരിക്കാനായിട്ട് ഞങ്ങളെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഭരിക്കാമെന്ന് ഇനിയും കുറേ കൂടി തമ്മിലടിക്കാരുണ്ട്. ഇന്നിപ്പോൾ CPIയുടെ നേതാവ് ശ്രീ രാജ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടൊരു മുന്നണി ഉണ്ടാക്കി. അതൊന്നും നിലനിൽപ്പുണ്ടാവില്ല കാശ്മീർ. ഇനി എല്ലാ കാലത്തും ഭരണപക്ഷമുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകും, ആം ആദ്മി പാർട്ടി ഇതോടെ അങ്ങ് ഇല്ലാതായി ശൂന്യതയിൽ അലിഞ്ഞു ചേർന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല.
BJP ഡൽഹി ഭരിക്കുമ്പോൾ അതിനോട് ഒരു ഒപ്പോണൻ്റ് ഉണ്ടാകും. ആ ഒപ്പോണൻ്റ് ചിലപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രൂപത്തിലായും ചിലപ്പോൾ കോൺഗ്രസിൻ്റെ രൂപത്തിലായും ചിലപ്പോൾ പുതിയ രൂപത്തിലായും. പക്ഷേ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ സൗജന്യമായി എന്തൊക്കെയാണ് കൊടുത്തത്. അത് തെറ്റാണ്. എല്ലാ കാലവും ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊടുക്കുന്നത് ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. അല്ലല്ല, അങ്ങനെ ആം ആദ്മി പാർട്ടി പറഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ സൗജന്യ പ്രഖ്യാപനങ്ങൾ. ആം ആദ്മി പാർട്ടി പറഞ്ഞതിന്റെ മുകളിൽ നിങ്ങൾ സൗജന്യ പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ്. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പണം കൊടുക്കുന്നതടക്കം ഏതിലാണ് നിങ്ങൾ സൗജന്യം നടത്താത്ത, ഫ്രീ ചെയ്യാത്തത്? ഞാൻ പറയാം, എല്ലാ കാലവും എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടൊന്നും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്ത് പറഞ്ഞില്ല. പക്ഷേ ഡൽഹി മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ആപ്പിനെ വെട്ടാൻ ആപ്പ് പറഞ്ഞതിന്റെ മുകളിൽ പറഞ്ഞു നിങ്ങൾ പൈസ പണം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരോ കേട്ടോ. അങ്ങനെ ജനങ്ങളെ മടിയന്മാരാക്കുകയും അങ്ങനെ ജനങ്ങളെ സൗജന്യമായി എല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അർഹരാണ് എന്നുള്ള ഒരു ചിന്താഗതി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ചില പ്രത്യേക കാര്യങ്ങൾ കൊടുക്കാം. ശരി, ഓക്കെ. എൻ്റെ സമയം കഴിയും. ജിൻഡോ ചുരുങ്ങിയ 1-2 വാക്ക്. പ്രശാന്തിന് മറുപടി 1-2 വാക്ക്. ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം ദേശാഭിമാനിയുടെ പ്രതിനിധിയും കൂടിയാണെന്ന് തോന്നുന്നു, മാധ്യമപ്രവർത്തകനാണല്ലോ. അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥികൾ ചില മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. ആ മതേതര ചേരിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ മത്സരിക്കാതിരുന്നാൽ പോരായിരുന്നു. എന്തിനാ CPM അവിടെ മത്സരിച്ചത്? കഴിഞ്ഞ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയമവുമായിട്ട് കൂടി മത്സരിച്ചു. കാരണം ഞങ്ങൾ മുന്നണി മര്യാദകൾ പാലിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചു.